പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്യാം, അതിപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അത് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്ന് നമുക്കത് പഠിക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവിടെ സെർച്ച് ബാറിൻ്റെ അവിടെ, വിൻഡോസിൻ്റെ സെർച്ച് ബാറിൻ്റെ അവിടെ റിമൂവ് എന്ന് ടൈപ്പ് ചെയ്യാം. പ്രോഗ്രാംസ് റിമൂവ് എന്നാണ്. ഓക്കെ, അങ്ങനെ റിമൂവ് പ്രോഗ്രാംസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ വരും, ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർസും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാ സോഫ്റ്റ്വെയറും ഇതിൽ നമുക്ക് കാണാം. സ്ക്രോൾ ഡൗൺ ചെയ്താൽ കാണാം. ഇത്രയും സോഫ്റ്റ്വെയർസാണ് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലിപ്പം ഒരു സോഫ്റ്റ്വെയർ എനിക്കിപ്പം കളയണം. എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്പോട്ടിഫൈ മ്യൂസിക് എനിക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇവിടെ അൺഇൻസ്റ്റാളിംഗ് എന്ന്. ഓക്കെ, അത് അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് ചെറിയ സോഫ്റ്റ്വെയറാണ്, അപ്പം അത് അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പം ഇൻ കേസ് ഇപ്പം ചില സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇപ്പോൾ ഈ വിയോൺ പറഞ്ഞ സോഫ്റ്റ്വെയർ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, അൺഇൻസ്റ്റാളിന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വേറെ സോഫ്റ്റ്വെയർ കാണിച്ചു തരാം. എന്താ ക്യാഷ് ഷെയർ കരുതുന്ന സോഫ്റ്റ്വെയർ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ഞെക്കുന്നു. അപ്പം അൺഇൻസ്റ്റാൾ ചെയ്യണോ ചോദിക്കുന്നു, യെസ് കൊടുക്കുന്നു. അപ്പം ഇങ്ങനൊരു സെറ്റപ്പ് വരും. ചിലപ്പം ചിലതിൽ വരില്ല, ചിലതിൽ വരും. അങ്ങനെയാണ് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുത്തിട്ട് അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആവും. അപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, ഓക്കെ, സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫിനിഷ് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങളെ സോഫ്റ്റ്വെയർസൊക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിസ്റ്റം കുറച്ചും കൂടെ സ്പീഡാവും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.